chemistry is all around and involves chemistry. 4. Physical chemistry. We will learn more about these topics as we go on. Hi dear students, welcome back to our online class. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കൈനറ്റിക് മോളിക്കുലർ തിയറിയുമായി ബന്ധപ്പെട്ട തിയറി ആൻഡ് പ്രോബ്ലംസുകളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. നമ്മളൊരു ഹോംവർക്ക് തന്നിരുന്നു. പ്രീവിയസ് ഇയറിൽ ആ ഭാഗത്ത് ചോദിച്ച ചോദ്യങ്ങളായിരുന്നു ഞാൻ ഹോംവർക്ക് തന്നിരുന്നത്. ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതിയിട്ട് തന്നെ മുന്നോട്ട് പോയി ഹോംവർക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് സാന്ദർഭിക ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ സെക്ഷനോട് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ റിയൽ ഗ്യാസ് അഥവാ നോൺ ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ PV = nRT ഐഡിയൽ ബിഹേവിയറിനെ ഡീവിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് ആണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ബോർഡിൽ കാണുന്നേക്കാം. ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം. Why do real gas deviate from ideal behavior? എന്തുകൊണ്ട് റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ഡീവിയേറ്റ് ചെയ്യുന്നു? കൈനറ്റിക് മോളിക്കുലർ ഓർത്തുവെക്കാൻ ക്യാപ്സൂൾ തന്നില്ലായിരുന്നു നിങ്ങൾക്ക്. എന്തായിരുന്നു ക്യാപ്സൂൾ? യെസ്, മോണോസെപ്റ്റ്. അതെ, റോങ് അസംപ്ഷൻ എന്താ? No. There is no intermolecular force between gas molecule. Volume occupied by one molecule is negligible. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് റോങ് ആയതുകൊണ്ടാണ് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഏത് ബിഹേവിയർ? ഐഡിയൽ ബിഹേവിയർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തിയറിന്റെ ഇടയിൽ ചോദ്യമുണ്ട്. Why do real gas deviate from ideal behavior? Answer: due to presence of two wrong assumptions in kinetic theory. അഥവാ no intermolecular force between molecule എന്ന് പറയുന്ന അസംപ്ഷനും volume occupied by one molecule is negligible compared to total volume എന്ന് പറയുന്ന ആ രണ്ട് അസംപ്ഷൻ kinetic theoryയിൽ തെറ്റാണ്. Therefore real gas deviate from ideal behavior. അത് രണ്ട് ശരിയായെങ്കിൽ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ആകുമായിരുന്നു. വേറെ ചോദ്യം: what are the condition under which real gas deviate from ideal behavior? റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ഡീവിയേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? എന്റെ മക്കൾ, ഈ ചാപ്റ്ററിൽ പലയിടങ്ങളിലായിട്ട് ഞാൻ നാഴികക്ക് 40 വട്ടം വാതോരാതെ വാഗ കൊണ്ട് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്. എന്താണ്? ഇൻ ഐഡിയൽ ഗ്യാസിൽ intermolecular force of interaction is negligible. ഐഡിയൽ ഗ്യാസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ നെഗ്ലിജിബിൾ, IMF നെഗ്ലിജിബിൾ. അതുകൊണ്ട് ഐഡിയൽ ഗ്യാസ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് പരിഗണിക്കാൻ മാത്രമല്ല, റിയൽ ഗ്യാസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് പരിഗണിക്കാൻ മാത്രമുണ്ട്. അപ്പൊ റിയൽ ഗ്യാസ് ഐഡിയൽ ആവാൻ മോളിക്യൂൾസ് അകന്നു പോകണം, ടെമ്പറേച്ചർ കൂട്ടണം, പ്രഷർ കുറയ്ക്കണം. റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യാനുള്ള കാരണം അതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. അഥവാ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. അപ്പോഴാണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ടാവുക, അപ്പോഴാണ് ഡീവിയേറ്റ് ചെയ്യുക. ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ കൂട്ടണം, മോളിക്യൂൾസ് അടുത്ത് വരും, അപ്പൊ ഡീവിയേറ്റ് ചെയ്യും. വാട്ട് ആർ ദ കണ്ടീഷൻ അണ്ടർ വിച്ച് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ? The condition is low temperature and high pressure. Low temperature and high pressure. അതാണ് the condition. Low temperature and high pressure. Real gas deviate from ideal behavior. Okay, ഈ റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ഡീവിയേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് സയൻസിൽ പല പഠനങ്ങൾ നടത്തുകയും ആ ഡീവിയേഷൻ ഗ്രാഫിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തിട്ടുണ്ട്. ആ കോൺസെപ്റ്റിലോട്ട് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ റിയൽ ഗ്യാസിന്റെ വാൻ ഡെർ വാൾ ഇക്വേഷൻ. വാൻ ഡെർ വാൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് റിയൽ ഗ്യാസിലെ ഇന്റർമോളിക്കുലർ ഫോഴ്സിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് ഐഡിയൽ ബിഹേവിയറിന് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠനം നടത്തി റിയൽ ഗ്യാസിന് ഇക്വേഷൻ പ്രപ്പോസ് ചെയ്ത ഒരു വലിയ മഹാമനീഷി ചരിത്രത്തിന്റെ കാൽപദങ്ങൾ, ചരിത്രത്തിന്റെ യവനികൾക്കുള്ളിൽ ഓർമ്മകൾ സമ്മാനിച്ച് കടന്നുപോയി. വാൻ ഡെർ വാൾ ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ് പഠിക്കാനുണ്ട് നമുക്ക്. വാൻ ഡെർ വാൾ ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ്. ഇപ്പൊ ഈ രണ്ട് ക്വസ്റ്റിനകത്തിന്റെ ആൻസർ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആ ഡീവിയേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഈ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകും. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV = nRT ആണ്.
Ideal gas equation PV equal to nRT. If any gas which of this equation is known as ideal, but PV equal to nRT ആണെങ്കിൽ ആ ഗ്യാസ് ഐഡിയൽ ആയിരിക്കും. PV equal to nRT ആണെങ്കിൽ PV by nRT എന്ന് പറയുന്ന വാല്യൂ എത്രയായിരിക്കും? Yes, nRT by nRT ആയിരിക്കും. ഇവിടെ nRT ഉണ്ടായിരിക്കും, ഇവിടെ nRT ഉണ്ടായിരിക്കും. What is nRT by nRT? nRT by nRT is 1. അപ്പൊ PV equal to nRT ആണെങ്കിൽ PV by nRT എന്തായിരിക്കും? 1 ആയിരിക്കും. ഈ PV by nRT, PV by nRT എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നാം അതിന് ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് Z. അപ്പൊ Z ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഗ്യാസ് എന്തായിരിക്കും? ഐഡിയൽ ആയിരിക്കും. Z എന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നാം അതിനെ വിളിക്കുന്ന പേരാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ. കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ആണെങ്കിൽ ആ ഗ്യാസ് എന്ത് ബിഹേവിയർ ആയിരിക്കും? ഐഡിയൽ ആയിരിക്കും. കംപ്രസിബിലിറ്റി ഫാക്ടർ Z നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഗ്യാസ് നോൺ ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. Z നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നോൺ ഐഡിയൽ ആയിരിക്കും. Z നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതൊന്നെങ്കിൽ Z ഗ്രേറ്റർ ദാൻ 1 ആവാം, Z ലെസ് ദാൻ 1 ആവാം. അപ്പൊ നോൺ ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഡീവിയേഷൻ ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഉണ്ട്. Z ഗ്രേറ്റർ ദാൻ 1 ആവുന്ന ഡീവിയേഷൻ ഉണ്ട്, Z ലെസ് ദാൻ 1 ആവുന്ന ഡീവിയേഷൻ ഉണ്ട്. എന്റെ മക്കൾ ശ്രദ്ധിക്കണം, PV ഈക്വൽ ടു nRT ആണെങ്കിൽ ഐഡിയൽ, അപ്പോൾ PV ബൈ nRT 1 ആയിരിക്കും. അപ്പൊ Z 1 ആണെങ്കിൽ ആ ഗ്യാസ് ഐഡിയൽ. Z ഈസ് ദ കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ ഒരു നോൺ ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിന് ഡീവിയേറ്റ് ചെയ്താണോ നിൽക്കുന്നത് എന്നറിയാൻ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് Z. The deviation is expressed by the term compressibility factor Z. Z equal to PV by nRT. അതൊന്ന് മനസ്സിലായി. Z ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും, ബ്രാക്കറ്റിൽ പെർഫെക്റ്റ് ഗ്യാസ് ആയിരിക്കും. Z ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഗ്യാസ് ഐഡിയൽ ആണ്, ബ്രാക്കറ്റിൽ പെർഫെക്റ്റ് ഗ്യാസ് ആണ്. Z നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ ഗ്യാസ് നോൺ ഐഡിയൽ ഗ്യാസ് ആയിരിക്കും, അഥവാ റിയൽ ഗ്യാസ് ആയിരിക്കും. Z നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നോൺ ഐഡിയൽ ആണ്. അപ്പൊ അതിനകത്ത് PV ഈക്വൽ ടു nRT അല്ലാന്നാണ്. PV ഈക്വൽ ടു nRT ആയാലേ PV ബൈ nRT Z 1 ആവുള്ളൂ. അപ്പൊ അത് ഐഡിയൽ ഗ്യാസ് ആണ്. Z നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നോൺ ഐഡിയൽ ഗ്യാസ് അഥവാ റിയൽ ഗ്യാസ് ആണ്. Z നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിൽ Z നോട്ട് ഈക്വൽ ടു 1 ആവാം. Z ഗ്രേറ്റർ ദാൻ 1 ആവാം, Z ലെസ് ദാൻ 1 ആവാം. Z നോൺ ഐഡിയൽ എന്ന് പറയുമ്പോൾ Z നോട്ട് ഈക്വൽ ടു 1. Z നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് കോൺസെപ്റ്റ് ഉണ്ട്. Z ഗ്രേറ്റർ ദാൻ 1 ആവാം, Z ലെസ് ദാൻ 1 ആവാം. Z ഗ്രേറ്റർ ദാൻ 1 ആയാൽ അതിനർത്ഥം നോൺ ഐഡിയൽ ആണ്, അത്തരം ഗ്യാസ് പോസിറ്റീവ് ഡീവിയേഷൻ മറക്കണ്ട. Z ഗ്രേറ്റർ ദാൻ 1 ആയാൽ പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. Z ലെസ് ദാൻ 1 ആയാൽ നോൺ ഐഡിയൽ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഈ പോസിറ്റീവ് ഡീവിയേഷൻ ആയാൽ അത്തരം ഗ്യാസ് ലെസ് കംപ്രസിബിൾ. കേൾക്കണം വേർഡ് പറയുന്നത്, ലെസ് കംപ്രസിബിൾ. കംപ്രസ് ചെയ്യും, കുറച്ച് കംപ്രസ് ആവുള്ളൂ, അമർത്താൻ കഴിയില്ല. ലെസ് കംപ്രസിബിൾ അഥവാ ഡിഫിക്കൽട്ട് ടു കംപ്രസ്, അമർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. Z ലെസ് ദാൻ 1 ആയാൽ മോർ കംപ്രസിബിൾ, ഈസി ടു കംപ്രസ്. ഇത് ഡിഫിക്കൽട്ട് ടു കംപ്രസ് പറയുമ്പോൾ അമർത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത്രയും ഗ്യാസിൽ നമുക്ക് അമർത്തിയിട്ട് ലിക്വിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ. Z ലെസ് ദാൻ 1 ആയാൽ ഈസി ടു ലിക്വിഫൈ. അപ്പൊ എന്താണ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്നാണ് ഇപ്പൊ ഞാൻ എന്റെ മക്കളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കംപ്രസിബിലിറ്റി ഫാക്ടർ ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഡീവിയേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടേം ആണ് കംപ്രസിബിലിറ്റി ഫാക്ടർ Z ഈക്വൽ ടു PV ബൈ nRT. PV ബൈ nRT 1 ആവണമെങ്കിൽ PV nRT ഈക്വൽ ആവും. PV nRT ഈക്വൽ ആ ഗ്യാസ് ഐഡിയൽ ആയിരിക്കും. അപ്പൊ Z1 ഐഡിയൽ ഗ്യാസ്, പെർഫെക്റ്റ് ഗ്യാസ്. Z നോട്ട് ഈക്വൽ ടു 1 നോൺ ഐഡിയൽ ഗ്യാസ്, റിയൽ ഗ്യാസ്. നോട്ട് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആവാം, ലെസ് ദാൻ 1 ആവാം. ഗ്രേറ്റർ ദാൻ 1 ആയാൽ പോസിറ്റീവ് ഡീവിയേഷൻ ആയാൽ ലെസ് കംപ്രസിബിൾ, ഡിഫിക്കൽട്ട് ടു കംപ്രസ്, ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ.
Z less than 1 non-ideal with negative deviation, more compressible, easy to compress, easy to liquefy. അത്തരം ഗ്യാസുകൾ കംപ്രസ് ചെയ്യാനും ലിക്വിഫൈ ചെയ്യാനും എളുപ്പമാണ്. Z less than 1, Z greater than 1, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വേണമെങ്കിൽ ഞാൻ തരാം. വ്യത്യസ്ത ഗ്യാസുകൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ ഐഡിയൽ ആണോ എന്നുള്ളത് കുറച്ച് ഗ്യാസിന്റെ കേസുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ നോട്ട് ഒന്ന് വേഗം എഴുതിയേ. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടി നോട്ട് ചെയ്യാം. നോട്ട് Z is equal to ഗ്യാസിന്റെ റിയൽ വോളിയം V real by V ideal. Z equal to real volume by ideal volume. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചുതരാം. X axis, Y axis. X axis പ്രഷർ, Y axis Z. Z1 ഉള്ള ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. Z equal to 1 ആ ഗ്യാസ് ഏത് ബിഹേവിയർ ആയിരിക്കും? യെസ്, ഐഡിയൽ ബിഹേവിയർ ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫ് ഏത് ഗ്യാസിന്റെ ഗ്രാഫാണ് മക്കൾ പറ? ഏത് ഗ്യാസിന്റെ ഗ്രാഫാ? യെസ്, Z1 ആയ ഗ്യാസിന്റെ ഗ്രാഫാണ്. ഗ്രാഫിന്റെ ഗ്യാസ് അല്ല, ഗ്യാസിന്റെ ഗ്രാഫാണ്. അതുകൊണ്ട് ഈ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ ആയിരിക്കും. ഐഡിയൽ ബിഹേവിയർ ആയിരിക്കും. ഇനി ഞാൻ വേറൊരു ഗ്യാസിന്റെ ഗ്രാഫ് കാണിക്കുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ? യെസ്, നോൺ ഐഡിയൽ ആണ്. നോൺ ഐഡിയൽ ആണ്. Z ഗ്രേറ്റർ ദാൻ 1 ആണോ Z ലെസ് ദാൻ 1 ആണോ? യെസ്, Z ലെസ് ദാൻ 1ക്കാണ് പോകുന്നത്. പിന്നെ പ്രഷർ കൂടുമ്പോൾ Z ഗ്രേറ്റർ ദാൻ 1ക്ക് പോകുന്നുണ്ട്. എപ്പോഴും Z ലെസ് ദാൻ 1ലല്ല നിൽക്കുന്നത്. പ്രഷർ കൂടിയപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ Z ഗ്രേറ്റർ ദാൻ 1ക്ക് പോകുന്നു. ഒരു മോഡറേറ്റ് പ്രഷറിൽ Z ലെസ് ദാൻ 1ലാണ്. അറ്റ് എക്സ്ട്രീംലി ലോ പ്രഷറിൽ പ്രഷർ വളരെ കുറഞ്ഞാൽ ഐഡിയൽ ബിഹേവിയർ Z1ലാണ്. ഇതാണ് എ റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ അറ്റ് വെരി ലോ പ്രഷർ. അല്ലെ, റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ അറ്റ് ഹൈ പ്രഷർ. ഇതൊക്കെ നേരത്തെ പഠിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡ്. അനദർ ഗ്യാസ് ഈസ് O2, ഓക്സിജൻ. ഓക്സിജനും അങ്ങനെ തന്നെയാണ്. എക്സ്ട്രീംലി ലോ പ്രഷറിൽ ഐഡിയൽ ആയിരുന്നു. പ്രഷർ കൂടുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷന് വരുന്നു. ഹൈ പ്രഷർ എത്തിയപ്പോൾ പോസിറ്റീവ് ഡീവിയേഷന് പോയി. നൈട്രജൻ N2, നൈട്രജൻ ചെറിയ നെഗറ്റീവ് ഡീവിയേഷൻ നൈട്രജൻ. പിന്നെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ഗ്യാസ് കാണിച്ചുതരാം. നേരെ പോസിറ്റീവ് ഡീവിയേഷൻ പോകുന്ന ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ. അതേപോലെ നേരെ പോസിറ്റീവ് പോകുന്ന വേറെ ഗ്യാസ് ആണ് ഹീലിയം. ഹൈഡ്രജനും ഹീലിയവും നേരെ പോസിറ്റീവ് ഡീവിയേഷൻ പോകുന്ന ഒരു ഗ്യാസ് ആണ് ഹൈഡ്രജൻ. മറ്റൊന്നാണ് ഹീലിയം. ഹീലിയം, ഹൈഡ്രജനും ഹീലിയവും. ഓക്കെ, ഈ ഗ്യാസ് നൈട്രജൻ ആണ്. ദിസ് ഈസ് ഓക്സിജൻ. ഓക്കെ, മക്കൾ ശ്രദ്ധിക്കണം. അപ്പൊ അറ്റ് എക്സ്ട്രീംലി ലോ പ്രഷർ എല്ലാ ഗ്യാസും ഐഡിയൽ ബിഹേവിയർ ആണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് ഇതൊന്ന് മനസ്സിലാവും. ആരാണ് ഐഡിയൽ ബിഹേവിയർ, ആരാണ് ഡീവിയേറ്റ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഉണ്ട്. പ്രഷർ വളരെ കുറയുമ്പോൾ ഐഡിയൽ ആയിരുന്നു എല്ലാ ഗ്യാസും. പ്രഷർ കൂടുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനിലേക്ക് വരുന്നു. ഹൈ പ്രഷർ എത്തുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിലേക്ക് പോകുന്നു. ഹൈഡ്രജൻ ഹീലിയം ഓൾവേസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഓൾവേസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കേണ്ടത് അറ്റ് എക്സ്ട്രീംലി ലോ പ്രഷർ, പ്രഷർ വളരെ കുറഞ്ഞാൽ ഇംപ്ലൈസ് ആ ഗ്യാസ് ഐഡിയൽ ആയിരിക്കും. അറ്റ് എക്സ്ട്രീംലി ലോ പ്രഷറിൽ ഐഡിയൽ. അറ്റ് മോഡറേറ്റ് പ്രഷർ, ഒരു മോഡറേറ്റ് പ്രഷറിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഒരു മോഡറേറ്റ് പ്രഷറിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഹൈ പ്രഷറിൽ പോസിറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ. ഹൈഡ്രജനും ഹീലിയവും ഓൾവേസ് പോസിറ്റീവ് ഡീവിയേഷൻ. ഹൈഡ്രജൻ ഹീലിയം ഓൾവേസ് പോസിറ്റീവ് ഡീവിയേഷൻ.
അപ്പോൾ ഐഡിയൽ ബിഹേവിയർ ഡീവിയേറ്റ് ചെയ്തതിനെ കുറിച്ചാണ് നാം ഈ സംസാരിച്ചത്. ഇതൊന്ന് ഈ ഗ്രാഫും ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തോളൂ മക്കളെ. നാം ഇപ്പൊ കംപ്രസിബിലിറ്റി ഫാക്ടറുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കംപ്രസിബിലിറ്റി ഫാക്ടർ Z1 ആണെങ്കിൽ ആ ഗ്യാസ് ഐഡിയൽ ആയിരിക്കും. Z less than 1 ആയാൽ നെഗറ്റീവ് ഡീവിയേഷൻ, Z greater than 1 ആയാൽ പോസിറ്റീവ് ഡീവിയേഷൻ. എന്റെ മക്കൾ, ഇനി ഒരു ഗ്യാസിന്റെ, നാം ഇപ്പോൾ വ്യത്യസ്ത ഗ്യാസിന്റെ Z വാല്യൂ ഗ്രാഫിക്കലി കണ്ടതാണ്. ഇനി ഒരു ഗ്യാസിന്റെ തന്നെ Z-ന്റെ ഗ്രാഫ് ടെമ്പറേച്ചർ മാറുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ള ഒരു ചർച്ചയാണ് നാം ഉദ്ദേശിക്കുന്നത്. മക്കൾ മനസ്സിലാക്കണം. മക്കൾ റിസ്ക് എടുത്ത് പഠിക്കേണ്ട. മക്കൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡൗട്ടുകൾ ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ഡയറക്ടേഴ്സിനെ അയച്ചു കൊടുക്കുക, എന്റെ കയ്യിലെത്തും, ഞാനത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഏരിയകളാണ്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. Z കംപ്രസിബിലിറ്റി ഫാക്ടർ. Z കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും നൈട്രജനും എങ്ങനെയെന്നൊക്കെ ഞാൻ ഗ്രാഫിക്കലി കാണിച്ചു തന്നു നിങ്ങൾക്ക്. ആരാണ് ഐഡിയൽ? Z1 ആയാൽ ഐഡിയൽ, Z greater than 1 ആയാൽ പോസിറ്റീവ് ഡീവിയേഷൻ. അത്തരം ഗ്യാസുകൾ ലെസ് കംപ്രസിബിൾ, ഡിഫിക്കൽട്ട് ടു കംപ്രസ്, ഡിഫിക്കൽട്ട് ടു ലിക്വിഫൈ ചർച്ച ചെയ്തതാണ്. ഇനി മക്കൾ, ഒരു ഗ്യാസിന്റെ Z ടെമ്പറേച്ചർ മാറുമ്പോൾ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്റെ മക്കൾ, ദീസ് ഗ്യാസ്, ഈ ഡോട്ടിട്ടിരിക്കുന്ന ഗ്യാസ് ഏത് ഗ്യാസാ? യെസ്, ഐഡിയൽ, ബിക്കോസ് അതിന്റെ Z1 ആണ്. യെസ്, ഐഡിയൽ. ഗുഡ്. ഇനി മക്കൾ നോക്കിക്കോ, ഞാൻ വേറെ ഗ്രാഫ് വരയ്ക്കുകയാണ്. മക്കൾ ശ്രദ്ധിച്ചോ, ഈ ഗ്യാസ് ഐഡിയൽ ആണോ നോൺ ഐഡിയൽ ആണോ? യെസ്, നോൺ ഐഡിയൽ. ഗുഡ്. നോൺ ഐഡിയൽ ഗ്യാസ് ആണ്, ബിക്കോസ് അതിന്റെ Z less than 1 പിന്നെ greater than 1 ഇതൊക്കെ പോയി. നോൺ ഐഡിയൽ ആണ്. ഞാൻ ഈ ഗ്രാഫ് വരച്ചത് ഒരു 223 കെൽവിനിലാണ് വിചാരിക്കുന്നത്. ആ ഗ്രാഫ് വരച്ച ടെമ്പറേച്ചർ 223 കെൽവിനിലാണ്. ഞാൻ ഇനി ടെമ്പറേച്ചർ കൂട്ടാൻ പോവാ. 223 എന്നുള്ളത് ഞാനൊരു 273 ആക്കാൻ പോവാ. 273 കെൽവിൻ ആക്കിയാൽ ഗ്രാഫ് എങ്ങനെ സംഭവിക്കും? 273 ആയാലും ഗ്രാഫ് കുറച്ച് പോകും. This is at 273 Kelvin. 273 Kelvin. ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ ഗ്രാഫ് പൊങ്ങി. ഞാൻ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടാൻ പോവാ. 323 Kelvin. ടെമ്പറേച്ചർ വീണ്ടും കൂട്ടി. 323 Kelvin. 323 Kelvin. അപ്പൊ ഈ ഗ്രാഫ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, when temperature is increased, മക്കൾ മനസ്സിലാക്കണം. When temperature is increased, temperature കൂട്ടി വന്നപ്പോൾ the dip of the curve, നമ്മുടെ കർവിന്റെ കുഴി, ആ കുഴി ഇങ്ങനെ കുറഞ്ഞു വരുന്നു. അതിനകത്ത് ഗ്രാഫ് പൊങ്ങി വരുന്നു. ഏത് ബിഹേവിയറിന്റെ അടുത്തേക്ക് വരുന്നു? ഐഡിയലിന്റെ അടുത്തേക്ക് വരുന്നു. When temperature is increased, the dip of the curve decrease and it is close to ideal behavior. അവിടുന്ന് ടെമ്പറേച്ചർ കൂടിപ്പോയാൽ അത് പോസിറ്റീവ് ഡീവിയേഷൻക്ക് പോകും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു നോൺ ഐഡിയൽ ഗ്യാസിൽ ടെമ്പറേച്ചർ മാറ്റം വരുത്തിയിട്ട് ഐഡിയലിന്റെ അടുത്ത് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഐഡിയൽ ബിഹേവിയറിൽ നിർത്താൻ കഴിയുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാകും. That means the temperature at which real gas show ideal behavior. റിയൽ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാകും. The temperature at which real gas show ideal behavior. That ടെമ്പറേച്ചറിനെ കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. Effect of temperature on Z. That means we discussing an important concept. The concept is Boyle's temperature. Boyle's temperature. Boyle's temperature ബ്രാക്കറ്റിൽ TB. Boyle's temperature TB. Boyle's temperature TB. TB. Boyle's temperature TB. ഈ TB എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചർ മാറ്റം വരുത്തി അത് ഐഡിയൽ ബിഹേവിയറിൽ എത്തുന്ന ടെമ്പറേച്ചർ ആണ് ബോയിൽ ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് അഥവാ നോൺ ഐഡിയൽ ഗ്യാസ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് അഥവാ നോൺ ഐഡിയൽ ഗ്യാസ് ഷോ
ഐഡിയൽ ബിഹേവിയർ. ഒരുപാട് പ്രാവശ്യം ബോർഡ് എക്സാമിൽ ചോദിച്ചതാണ്. ഡിഫൈൻ ബോയിൽ ടെമ്പറേച്ചർ. Boil temperature is the temperature at which real gases show ideal behavior. ഈ ഗ്രാഫ് നമുക്ക് മനസ്സിലായത് when temperature increase, temperature കൂട്ടിയപ്പോൾ, dip of curve, കർവിന്റെ കുഴി, dip of curve decrease and it close to ideal. And it is close to ideal behavior. അങ്ങനെ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്ന ടെമ്പറേച്ചർ ആണ് ബോയിൽ ടെമ്പറേച്ചർ. The temperature at which real gas show, the temperature at which, ഈ at which എന്ന് പറയുമ്പോൾ ഏതൊരു ടിക്ടോക്ക് താരത്തിന് മൈൻഡിൽ വരുന്നത് ചക്കപ്പൂച്ച്, ചക്കച്ചുളാരിഞ്ഞു വെച്ച ചക്കപ്പൂച്ച്. The temperature at which real gas is show, the temperature at which real gas is show ideal. The temperature at which real gas show ഏത് behavior? Ideal behavior. Ideal behavior. The temperature at which real gas show ideal behavior. Not അപ്പോൾ ഒരു ഗ്യാസ് ബോയിൽ ടെമ്പറേച്ചറിലാണെങ്കിൽ at TB ബോയിൽ ടെമ്പറേച്ചർ എത്തിയാൽ അത് ഐഡിയൽ ആയിരിക്കും. Z equal to 1. ഒരു ഗ്യാസ് ബോയിൽ ടെമ്പറേച്ചർ എത്തിയാൽ, ബോയിൽ ടെമ്പറേച്ചർ is the temperature at which real gas show ideal behavior. So at TB ബോയിൽ ടെമ്പറേച്ചറിലാണെങ്കിൽ Z equal to 1 ആയിരിക്കും. Below TB ബോയിൽ ടെമ്പറേച്ചർ താഴെയാണ് ഗ്യാസ് എങ്കിൽ Z less than 1 ആയിരിക്കും at low pressure. ബോയിൽ ടെമ്പറേച്ചർ താഴെയായ Z ലെസ് ദാൻ 1. ബോയിൽ ടെമ്പറേച്ചറിന് മേലെ പോയാൽ Z ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. Above TB Z greater than 1. Z greater than 1. Above TB Z greater than 1. Boil temperature is the temperature at which real gases show ideal behavior. Boil temperature is the temperature at which real gases show ideal behavior. At TB Z equal to 1. Below TB Z less than 1. At low pressure, high pressure Z greater than 1. Above TB Z greater than 1. Boil temperature important ആണ്. മക്കളെ, നമുക്ക് ഈ ചാപ്റ്ററിൽ വളരെ മറക്കാൻ പറ്റാത്തൊരു മഹാമനീഷി ഉണ്ടായിരുന്നു. ആരാണത്? വാൻ ഡെർ വാൾ. നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ല, അട്രാക്റ്റീവ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഈസ് നോൺ ആസ് വാൻ ഡെർ വാൾസ് ഫോഴ്സ്. ടൈപ്സ് ഓഫ് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. ഓക്കെ, നമ്മുടെ ചർച്ച ഇപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ചർച്ച എത്തിയിരിക്കുന്നത് ഐഡിയൽ ഗ്യാസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് നെഗ്ലിജിബിൾ ആണ്. പക്ഷെ നോൺ ഐഡിയൽ ഗ്യാസ് ആയ റിയൽ ഗ്യാസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. അങ്ങനെ റിയൽ ഗ്യാസിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഉണ്ട് എന്ന് പഠനം നടത്തിയ സയന്റിസ്റ്റ് ആണ് വാൻ ഡെർ വാൾ. കൈനറ്റിക് തിയറിയിൽ 2 റോങ് അസംപ്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കറക്ഷൻ നടത്തിയിട്ട് വാൻ ഡെർ വാൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് റിയൽ ഗ്യാസിന് ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തു. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷന്റെ കറക്ഷൻ ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലെ പ്രഷറിലും വോളിയത്തിലും കറക്ഷൻ നടത്തിയിട്ടാണ് വാൻ ഡെർ വാൾ റിയൽ ഗ്യാസിന് ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തത്. സോ now we are going to study about Van der Waal equation of state of real gas. Van der Waal equation of state of real gas. അതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. Van der Waal equation of state of real gas. So, what is ideal gas equation? What is ideal gas equation? Yes, പറഞ്ഞല്ലോ. What is ideal gas equation? PV equal to nRT. PV equal to nRT. ചില കുട്ടികൾക്ക് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, അതിന് സാറേ PV ഇങ്ങനെ അകറ്റിയിരിക്കുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണോ, കൊറോണ ആയതുകൊണ്ട്? കുട്ടികൾ സംശയം, വല്ലാത്ത സംശയം തന്നെ. പ്രഷറും കൂടി എന്താ അകറ്റി വെച്ചിരിക്കുന്നത്? കൊറോണ ആയതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലേ? എന്റെ മക്കൾ, ഈ പ്രഷറിലും ഈ വോളിയത്തിലും കറക്ഷൻ നടത്തിയിട്ടാണ് നാം വാൻ ഡെർ വാൾ ഇക്വേഷൻ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത്. നാമല്ല, വാൻ ഡെർ വാൾ പറയുന്ന സയന്റിസ്റ്റ്. അദ്ദേഹം പ്രഷറിൽ നടത്തിയ കറക്ഷനും വോളിയത്തിൽ നടത്തിയ കറക്ഷനും പഠിച്ചാൽ
വാൻഡർവാൾ ഇക്വേഷൻ പഠിച്ചു. കാരണം PV equal to nRT നമുക്കറിയാം. ഇനി ആ കറക്ഷൻ മാത്രം പഠിച്ചാൽ മതി ആ വാൻഡർവാൾ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ. പ്രഷറിലെ കറക്ഷൻ ഓർത്ത് വെച്ചോ, പ്ലസ് പ്രഷറിലെ കറക്ഷൻ P plus n square A by V square. P plus n square A by V square. n square A by V square. പ്രഷറിലെ കറക്ഷൻ എന്താണ്? n square A by V square. n square A by V square. മറക്കണ്ട, ആ കറക്ഷൻ മാത്രം പഠിച്ചാൽ മതി. n square A by V square. n square A by V square. n square A by V square. വോളിയത്തിലെ കറക്ഷൻ മൈനസ് V minus NB. V minus NB. ഇതാണ് വാൻഡർവാൾ ഇക്വേഷൻ ഫോർ റിയൽ ഗ്യാസ്. വാൻഡർവാൾ ഇക്വേഷൻ എന്ന് വിചാരിക്കും, സിമ്പിൾ ആണ്. കറക്ഷൻ മാത്രം ഓർത്താൽ ഇക്വേഷൻ ഓർത്തേക്കാം. ബാക്കിയല്ല, പ്രഷർ കറക്ഷൻ പ്ലസ് n square A by V square. n square A by V square. വോൾട്ടേജ് കറക്ഷൻ മൈനസ് NB. വോൾട്ടേജ് കറക്ഷൻ മൈനസ് NB. അപ്പൊ ഈ ഭാഗം പ്രഷർ കറക്ഷൻ, ഈ ഭാഗം വോളിയം കറക്ഷൻ. This is the Van-der-Waals equation of state of real gas. P plus n square by V square into V minus NB equal to nRT. P are a pressure, V are a volume, n number of mole, നമുക്കറിയാം, R gas constant, T Kelvin scale temperature അഥവാ absolute temperature. ഈ എയും ബിയും എന്താണെന്നാണ് ഇക്വേഷനിൽ അറിയാത്തൊരു കേസാണ് നമുക്കുള്ളത്. ഈ എയും ബിയും എന്താണ്? എയും ബിയും എന്താന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാം. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. എന്ത് കോൺസ്റ്റന്റ്? സയൻസിന്റെ പേരിൽ തന്നെയാണ്, വാൻഡർവാൾസ് കോൺസ്റ്റന്റ്. എ ആൻഡ് ബി ആർ വാൻഡർവാൾസ് കോൺസ്റ്റന്റ്സ്, അല്ലെങ്കിൽ വാൻഡർവാൾസ് പാരാമീറ്റേഴ്സ് എന്നും പറയും. എ എന്താണ് ഉദ്ദേശിക്കുന്നത്, ബി എന്താണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ചർച്ച നടത്താം. കൈനറ്റിക് മോളിക്കുലാർ രണ്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, ഏതായിരുന്നു അത്? ആ നോയിലെ n എന്തായിരുന്നു? ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഇല്ല. അത് കറക്ഷൻ നടത്താനാണ് എ കൊണ്ടുവന്നത്. എ ഇസ് ദ മെഷർ ഓഫ് മോളിക്കുലാർ ഇന്ററാക്ഷൻ, ബി ഇസ് ദ മെഷർ ഓഫ് വോളിയം. അടുത്ത സ്റ്റേറ്റ്മെന്റ് കറക്ഷൻ നടത്താൻ. ഓക്കെ, അപ്പൊ സിംപ്ലി എ ആൻഡ് ബി ആർ വാൻഡർവാൾസ് കോൺസ്റ്റന്റ്സ് എന്ന് എഴുതിയാൽ മതി. പക്ഷെ എ എന്താണ്, ബി എന്താണ്, അതിന് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അത് ഞാൻ രണ്ടും കൂടി എഴുതി തരാം. എയും ബിയും വാൻഡർവാൾസ് കോൺസ്റ്റന്റ് ആണ്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഓക്കെ, ദിസ് ഈസ് ദ വാൻഡർവാൾ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ ഗ്യാസ്. ഇനി വേണമെങ്കിൽ മക്കൾക്ക് ഫോർ വൺ മോൾ ഒരു മോളിന്റെ വാൻഡർവാൾ ഇക്വേഷൻ ആയിരിക്കും P plus A by V square into V minus B equal to RT. Number of mole n 1 ആയാൽ, n equal to 1 ആയാൽ വാൻഡർവാൾ ഇക്വേഷൻ ആയിരിക്കും P plus A by V square into V minus B equal to RT. For 1 mole P plus A by V square into V minus B equal to RT. Okay, ഈ ടേമുകളൊക്കെ എന്താണെന്ന് എഴുതി വെക്കൂ. ഓക്കെ, വാൻഡർവാൾ കോൺസ്റ്റന്റ് എ ആൻഡ് ബി. എയും ബിയും വാൻഡർവാൾ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ അവയെ വാൻഡർവാൾസ് പാരാമീറ്റേഴ്സ് എന്ന് വിളിക്കും. എ ഇസ് ദ മെഷർ ഓഫ് IMF. എ ഇസ് ദ മെഷർ ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ബി ഇസ് ദ മെഷർ ഓഫ് വോളിയം. ബി എന്ന് പറഞ്ഞാൽ വോളിയത്തിൻ്റെ മെഷർമെൻ്റ് ആണ്. ആൻഡ് എ ഗീവ്സ് ഐഡിയ അബൌട്ട് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സിനെ കുറിച്ച് ഐഡിയ തരുന്നു എ. ബി ഇസ് ദ ഐഡിയ അബൌട്ട് ഫൈനൈറ്റ് സൈസ് ഓഫ് മോളിക്യൂൾ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഹയർ എ, ഒരു ഗ്യാസിൻ്റെ വാൻഡർവാൾ കോൺസ്റ്റന്റ് വാല്യൂ എ കിട്ടിയാൽ, അഥവാ വ്യത്യസ്ത ഗ്യാസുകളുടെ വാൻഡർവാൾ കോൺസ്റ്റന്റ് എന്റെ വാല്യൂ കിട്ടിയാൽ, ആ കൂട്ടത്തിൽ ആരാണ് ഈസി ടു ലിക്വിഫൈ ചോദിച്ചാൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് കൂടിയ ഗ്യാസ് ആയിരിക്കും. അവയെ വേഗം ലിക്വിഫൈ ചെയ്യാൻ പറ്റും. അഥവാ എ കൂടിയാൽ ഗ്രേറ്റർ ഇന്റർമോളിക്കുലാർ ഫോഴ്സ്, ഈസി ടു ലിക്വിഫൈ. അപ്പോൾ എ വാല്യൂ കൂടിയ ഗ്യാസാണ് ഓപ്ഷനിൽ ഈസി ടു ലിക്വിഫൈ ആയ ഗ്യാസ്. ഇതിൻ്റെ യൂണിറ്റ് ലിറ്റർ സ്ക്വയർ ATM മോൾ റേസ് ടു -1. ബിയുടെ യൂണിറ്റ് ലിറ്റർ മോൾ റേസ് ടു -1, സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ് മോൾ റേസ് ടു -1, മീറ്റർ ക്യൂബ് മോൾ റേസ് ടു -1. ഓക്കെ, നമ്മൾ വാൻഡർവാൾ കോൺസ്റ്റന്റിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിച്ചത്. വാൻഡർവാൾ കോൺസ്റ്റന്റ് എ ആൻഡ് ബി. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ T
ടി ബി എന്ന ബോയിൽ ടെമ്പറേച്ചർ, ഓർമ്മയില്ലേ? ബോയിൽ ടെമ്പറേച്ചർ ഇസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ. റിലേഷൻ ബിറ്റ്വീൻ ടി ബി ആൻഡ് വാൻഡർവാൾ കോൺസ്റ്റന്റ്. വാൻഡർവാൾ കോൺസ്റ്റന്റ് എയും ബിയും, അതേപോലെ ബോയിൽ ടെമ്പറേച്ചർ നമ്മുടെ റിലേഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, കണത് പഠിച്ചു വെക്കണം. ടി ബി ഈക്വൽ ടു എ ബൈ ആർ ബി. ടി ബി ഈക്വൽ ടു എന്താണ്? എ ബൈ ആർ ബി. ടി ബി ഈക്വൽ ടു എ ബൈ ആർ ബി. റിലേഷൻ ബിറ്റ്വീൻ ബോയിൽ ടെമ്പറേച്ചർ ആൻഡ് വാൻഡർവാൾസ് കോൺസ്റ്റന്റ്. ടി ബി ഈക്വൽ ടു എ ബൈ ആർ ബി. അപ്പോൾ ഇന്നൊരു കാര്യം മനസ്സിലായി. നിങ്ങളെന്താ പഠിച്ചത്? എൻ്റെ വാല്യൂ കൂടിയാൽ, എ കൂടിയാൽ അത്രയും ഗ്യാസ് ഈസി ടു ലിക്വിഫൈ ചെയ്യാം. അപ്പോൾ എ കൂടിയാൽ അത്രയും ഗ്യാസിൻ്റെ ടി ബി കൂടുതലായിരിക്കും. അപ്പോൾ ടി ബി കൂടുതലുള്ള ഗ്യാസുകൾ, ഹൈ ടി ബി വാല്യൂ ഉള്ള ഗ്യാസുകൾ ഈസി ലിക്വിഫൈ ആയിരിക്കും, അല്ലേ? ഹൈ ടി ബി ഇംപ്ലൈസ് ഹൈ വാൻഡർവാൾ കോൺസ്റ്റന്റ് എ ഓർ ഹൈ എ ബൈ ബി. ഒന്നെങ്കിൽ എ വാല്യൂ കൂടുക, അല്ലെങ്കിൽ എ ബൈ ബി വാല്യൂ മൊത്തത്തിൽ കൂടിയാൽ അത്തരം ഗ്യാസിന് ഹൈ ടി ബി ആയിരിക്കും. അത്തരം ഗ്യാസുകൾ ഈസി ടു ലിക്വിഫൈ ആയിരിക്കും. അപ്പോൾ ടി ബി കൂടിയ ഗ്യാസുകൾ ഈസി ടു ലിക്വിഫൈ ആണ്. ലിക്വിഫൈ ചെയ്യാൻ, ദ്രവീകരിക്കാൻ എളുപ്പമാണ്. ടി ബി ബോയിൽ ടെമ്പറേച്ചറും വാൻഡർവാൾ കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ. അതേപോലെ എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ വേറെ റിലേഷൻ കാണിച്ചു തരാം. റിലേഷൻ ബിറ്റ്വീൻ ഇത് എൻട്രൻസ് പോയിന്റ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഇൻവേർഷൻ ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഇൻവേർഷൻ ടെമ്പറേച്ചർ ആൻഡ് വാൻഡർവാൾസ് കോൺസ്റ്റന്റ്. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ബോയിൽ ടെമ്പറേച്ചറും വാൻഡർവാൾ കോൺസ്റ്റന്റും. ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ട്, അതും വാൻഡർവാൾ കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻവേർഷൻ ടെമ്പറേച്ചർ ടി ഐ ഈസ് ഈക്വൽ ടു 2a by RB. That is Ti equal to 2TB. Ti equal to എന്താണ്? 2TB. അവിടെയും എ മുകളിലും ബി താഴെയാണ്. അപ്പോൾ എ കൂടിയാൽ ടി ഐ കൂടും, അത്രയും ഗ്യാസ് ഈസി ടു ലിക്വിഫൈ ആയിരിക്കും. ടി ഐ ഇൻവേർഷൻ ടെമ്പറേച്ചർ. എന്താണ് ഇൻവേർഷൻ ടെമ്പറേച്ചർ എന്ന് വേറൊരു തിയറിയാണ്, ജൂൾ തോംസൺ കോഎഫിഷ്യൻറ്റുമായി ബന്ധപ്പെട്ട സാധനമാണ്. അതത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോവണ്ട. ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ബോയിൽ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞു തന്നു. ബോയിൽ ടെമ്പറേച്ചർ ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ. ടി ബി കൂടണമെങ്കിൽ എ കൂടണം. എ കൂടിയ ഗ്യാസുകൾ ഈസി ടു ലിക്വിഫൈ ആയിരിക്കും. അപ്പോൾ ടി ബി ഹൈ ടി ബി ആണെങ്കിൽ അത്തരം ഗ്യാസ് ഈസി ടു ലിക്വിഫൈ ആയിരിക്കും. ടി ബി ബോയിൽ ടെമ്പറേച്ചർ നാം പറഞ്ഞു. അപ്പോൾ നമ്മൾ വാൻഡർവാൾ ഇക്വേഷനും വാൻഡർവാൾസ് കോൺസ്റ്റൻറ്റുകളും അതിൻ്റെ യൂണിറ്റ്, അതേപോലെ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ, ഇത്തരം കാര്യങ്ങളൊക്കെ നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. മക്കളെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് വുഡ് ബി ദ SI യൂണിറ്റ് ഫോർ ദ ക്വാണ്ടിറ്റി PV²T²/N? അതിൻ്റെ SI യൂണിറ്റാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രഷറിൻ്റെ SI യൂണിറ്റ് പാസ്കലാണ്. ഈ പാസ്കൽ തന്നെ പ്രഷറിൻ്റെ SI യൂണിറ്റ് പാസ്കലാണ്. അത് തന്നെയാണ് ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2. വോളിയത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് നമ്മൾ പഠിച്ചാണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. സോ പ്രഷറിൻ്റെത് ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 ഇൻറ്റു വോളിയത്തിൻ്റെത് മീറ്റർ ക്യൂബ്, അതിൻ്റെ സ്ക്വയർ വോളിയം സ്ക്വയർ ഇൻറ്റു ടെമ്പറേച്ചർ കെൽവിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് മോൾ. അപ്പോൾ എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് മീറ്റർ ക്യൂബിൻ്റെ സ്ക്വയർ മീറ്റർ റൈസ് ടു 6. മീറ്റർ റൈസ് ടു 6ഉം മീറ്റർ റൈസ് ടു -2 ക്യാൻസലായി പോയാൽ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു 4. 6ഉം -2 ക്യാൻസലായാൽ 4. ന്യൂട്ടൺ മീറ്റർ റൈസ് ടു 4 കെൽവിൻ സ്ക്വയർ മോൾ റൈസ് ടു -1. ദിസ് ഈസ് ദ ആൻസർ. ന്യൂട്ടൺ മീറ്റർ റൈസ് ടു 4 കെൽവിൻ സ്ക്വയർ മോൾ റൈസ് ടു -1. സിമ്പിൾ അല്ലേ? ഓരോന്നിൻ്റെ SI യൂണിറ്റ് അതിൽ അപ്ലൈ ചെയ്തു എന്നുള്ളതാണ്. മക്കളെ, ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നാം ഇനി ഉദ്ദേശിക്കുന്നത്. ഞാൻ മക്കളോട് ചോദിക്കട്ടെ, ഒരു ഗ്യാസ് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ, ലിക്വിഡ് ആവണമെങ്കിൽ മോളിക്യൂൾസിനെ അടുപ്പിച്ച് കൊണ്ടുവരണോ അകറ്റി കൊണ്ടുപോകണോ? മക്കൾ പറ. യെസ്, അടുപ്പിച്ച് കൊണ്ടുവരണം. മോളിക്യൂൾസിനെ അടുപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ ഗ്യാസിനെ നാം ചൂടാക്കണോ അതല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കണോ? മോളിക്യൂൾസ് അടുത്ത് വരാൻ യെസ്, ടെമ്പറേച്ചർ കുറയ്ക്കണം. ചൂടാക്കിയാൽ കൈനറ്റിക് എനർജി കൂടിയിട്ട് മോളിക്യൂൾ അകന്ന് പോവുക ചെയ്യുക. ഗുഡ്സ്. ടെമ്പറേച്ചർ കുറയ്ക്കണം. പിന്നെ മോളിക്യൂൾസിനെ അടുപ്പിച്ച് നിർത്താൻ പ്രഷർ കൂട്ടണം.
അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കുറച്ച് പ്രഷർ കൂട്ടിയാൽ മോളിക്യൂൾസ് അടുത്തടുത്ത് വന്നിട്ട് മോളിക്യൂൾസിൻ്റെ മോഷൻ ഇളക്കൊക്കെ പതുക്കെയാവും. മോളിക്കുലാർ മോഷൻ ബിക്കം സ്ലഗ്ഗിഷ് ആൻഡ് ഇറ്റ് മേ ബി സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലും അത് ലിക്വിഫൈ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ഒരു ഗ്യാസിനെ ടെമ്പറേച്ചർ കുറച്ച് ആ ടെമ്പറേച്ചറിൽ പ്രഷർ കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ വീണ്ടും ടെമ്പറേച്ചർ കുറച്ച് അതിൽ പ്രഷർ കൂട്ടിക്കൊടുത്ത് ഇങ്ങനെ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അത് ഗ്രാഫിക്കലി നമ്മളെ പഠിപ്പിച്ചൊരു സയൻറ്റിസ്റ്റാണ് വാണ്ടർവാൾ. അല്ല, എല്ലാം വാണ്ടർവാൾക്ക് കൊടുക്കല്ലേ, തോമസ് ആൻഡ്രൂ. ഞാനൊക്കെ ആൻഡ്രിയോ എന്നാണ് വിളിക്കുക, നമ്മൾ ഫ്രണ്ട്സാണ്. ആൻഡ്രിയോ വിളിക്കുക. തോമസ് ആൻഡ്രൂ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് അതിൻ്റെ ഐസോതേം വെച്ചിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്, നമുക്കത് ചർച്ച ചെയ്യാം. അപ്പോൾ ഒരു ഗ്യാസ് ലിക്വിഫൈ ചെയ്യുന്നത് ബൈ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആണോ ഡിക്രീസിങ് ടെമ്പറേച്ചർ ആണോ? ഗുഡ്സ്. ഡിക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് പ്രഷർ. ഗുഡ്സ്. അതാണ് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ്, വാതകങ്ങളെ ദ്രവീകരിക്കൽ. എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈ ബൈ ഡിക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് പ്രഷർ. ക്ലിയർ? വെൻ ടെമ്പറേച്ചർ ഡിക്രീസ് കോമ പ്രഷർ ഇൻക്രീസ് മോളിക്കുലാർ മോഷൻ ബിക്കം സ്ലഗ്ഗിഷ് എന്ന് പറഞ്ഞാൽ പതുക്കെയാവും. നിങ്ങളൊക്കെ സ്കൂൾക്ക് പോകുന്ന സമയത്ത് സ്കൂളിലെത്തുമ്പോൾ അവിടെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ മോഷൻ സ്ലഗ്ഗിഷ് ആയിരിക്കും, പതുക്കെ ആവും. ആരും അറിയില്ല നീങ്ങണത്, അങ്ങനെ ആയിരിക്കും. അവസാനം നിങ്ങൾ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവും പ്രാർത്ഥന കഴിയുന്നതിൻ്റെ മുമ്പേ. മോളിക്കുലാർ മോഷൻ ബിക്കം സ്ലഗ്ഗിഷ് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഒരു പ്രത്യേക ടെമ്പറേച്ചറിലും പ്രഷറിലും ഇറ്റ് സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ. ദ ലിക്വിഫേഷൻ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ തോമസ് ആൻഡ്രൂ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിൽ ടെമ്പറേച്ചർ കൂട്ടി കുറച്ച് പ്രഷർ കൂട്ടി ലിക്വിഫാക്ഷൻ ആവുന്ന കോൺസെപ്റ്റ് നമ്മളെ ഐസോതേമുകൾ വരച്ച് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ എൻ്റെ മക്കൾ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് ഈ പോയിന്റുകൾ എന്ന് എഴുതിയേ. ഓക്കെ. തോമസ് ആൻഡ്രൂസ് എക്സ്പെരിമെൻ്റ് ഓൺ ലിക്വിഫാക്ഷൻ ഓഫ് CO2. ആൻഡ്രൂസ് ഐസോതേംസ്. തോമസ് ആൻഡ്രൂ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ഐസോതേമുകൾ വരച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ആ ഭാഗമാണ് നാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഐസോതേം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വരയ്ക്കുന്ന ആരും വരക്കണ്ട, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഐസോതേം എന്ന് പറഞ്ഞാൽ പ്രഷർ അഗെയിൻസ്റ്റ് വോളിയം കർവ്, ബോയിൽസ് ലോന്റെ ഗ്രാഫാണ് ഐസോതേം. അപ്പോൾ തോമസ് ആൻഡ്രൂ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ, ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം ഓടിച്ച് പറയാണ്, എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ വൃത്തിയിൽ വരച്ചുതരാം, എന്നിട്ട് നമുക്ക് ഒന്നുകൂടി പറയാം. ഒരു 50 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കൂട്ടി, പ്രഷർ കൂട്ടി, അപ്പോൾ വോളിയം കുറഞ്ഞു. പ്രഷറും വോളിയം ഇൻവേഴ്സിലി ഐസോതേമുകൾ നമ്മൾ പഠിച്ചാണ്. അപ്പോൾ 50 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കൂട്ടി, അപ്പോൾ വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയേ, വോളിയം കുറഞ്ഞു. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലിക്വിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അദ്ദേഹം അപ്പോൾ ആ ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ കൂട്ടിയിട്ട് ലിക്വിഫൈ ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു 45 ഡിഗ്രി സെൽഷ്യസ് എടുത്തു. 45 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കൂട്ടി, നിങ്ങൾ പറ, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയേ, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയേ, വോളിയം കുറഞ്ഞു. ലിക്വിഫൈ ചെയ്യുന്നില്ല. 45 ഡിഗ്രി സെൽഷ്യസിൽ എത്ര പ്രഷർ കൂട്ടിയിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ലിക്വിഫൈ ചെയ്യുന്നില്ല. തോമസ് ആൻഡ്രൂ അടങ്ങിയില്ല. അദ്ദേഹം 35 ഡിഗ്രി സെൽഷ്യസ് എടുത്തു. 35 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കൂട്ടി, പ്രഷർ കൂട്ടണം, ഇങ്ങോട്ട് വോളിയം കുറയാണ്. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു. ലിക്വിഫൈ ചെയ്യുന്നില്ല. അദ്ദേഹം 31.1 ഡിഗ്രി സെൽഷ്യസ്, 31.1 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പോൾ ചിലരുടെ സംശയം, അങ്ങനെ കറക്റ്റ് 31.1 തന്നെ എടുക്കണം എന്ന് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി എന്ന്. അത് അദ്ദേഹം ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ടെമ്പറേച്ചറുകൾ എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വരക്കാൻ നിന്നാൽ മനസ്സിലായ ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ് അതിന് തന്നെ വേണ്ടി വരും. പ്രഷർ കൂട്ടി, വോളിയം കുറഞ്ഞു എന്നും അതിനായിരിക്കും പണി. അപ്പോൾ 31.1 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ കൂട്ടിയേ, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയേ, വോളിയം കുറഞ്ഞു. പ്രഷർ കൂട്ടിയേ, വോളിയം കുറഞ്ഞു. ഒരു പ്രത്യേക പ്രഷർ എത്തിയപ്പോൾ ആ ഗ്രാഫിൽ ഒരു ഫ്ലാറ്റ് പോർഷൻ വരാൻ തുടങ്ങി.
അഥവാ ഒരു പ്രത്യേക പ്രഷർ എത്തിയപ്പോൾ അതിൻ്റെ അകത്ത് മോളിക്യൂൾസ് ഒക്കെ പതുക്കാവാൻ തുടങ്ങി. ഇറ്റ് മേ സ്റ്റാർട്ട്സ് ലിക്വിഫൈ. അവിടെ നിന്നാണ്ട് പ്രഷർ കൂട്ടി വോളിയം നല്ല കുറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഒരു ടെമ്പറേച്ചറിൽ ഒരു പ്രത്യേക പ്രഷർ എത്തിയപ്പോൾ, ഈ ഒരു ടെമ്പറേച്ചറിൽ ഇവിടെ നിന്നൊന്നും ലിക്വിഫൈ ചെയ്തിട്ടില്ല, ഒരു പ്രത്യേക പ്രഷർ എത്തിയപ്പോൾ ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ. അതിന് കറസ്പോണ്ടിങ് ഒരു വോളിയം ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഏത് ടെമ്പറേച്ചറിൽ എടുത്തപ്പോഴും ഈ 31.1 മുകൾക്ക് ടെമ്പറേച്ചർ 31.1 മുകൾക്ക് ഏത് ടെമ്പറേച്ചറിൽ നാം എത്ര പ്രഷർ കൂട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റൂല. 31.1 താഴെ നാം ഇനി ഏത് ടെമ്പറേച്ചർ എടുത്താലും നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ നിങ്ങൾ ഏത് ടെമ്പറേച്ചർ എടുത്താലും പ്രഷർ കൂട്ടിക്കൊടുത്താൽ അത് ലിക്വിഫൈ ചെയ്യും. അപ്പോൾ ഈ 31.1 എന്ന് പറയുന്ന ഈ ടെമ്പറേച്ചർ ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ ഇതിൻ്റെ താഴെ ഏതെടുത്താലും ലിക്വിഫൈ ചെയ്യും. ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചറുകളിലെ വലിയ ടെമ്പറേച്ചറാണോ ചെറിയ ടെമ്പറേച്ചറാണോ? യെസ്, ലിക്വിഫൈ ചെയ്യുന്ന കൂട്ടത്തിലെ ഇതൊക്കെ ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചറിന്റെ ഗ്രാഫുകളാണ്. ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചറുകളിൽ വലിയ ടെമ്പറേച്ചറാണ്. അതിൻ്റെ മുകൾക്കുള്ള ടെമ്പറേച്ചർ എടുത്താൽ ലിക്വിഫൈ ചെയ്യൂല, എത്ര പ്രഷർ കൂട്ടിയാൽ ലിക്വിഫൈ ചെയ്യൂല. അപ്പോൾ 31.1 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെ സംബന്ധിച്ചിടത്തോളം ലിക്വിഫൈ ചെയ്യുന്ന ടെമ്പറേച്ചറുകളിലെ വലിയ ടെമ്പറേച്ചറാണ്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ. ലിക്വിഫൈ ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറുകളിൽ വലിയ ടെമ്പറേച്ചറാണ്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എഴുതി തരും ഞാൻ, TC, ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. നാം ഇതിനു മുമ്പ് വേറെ 2 ടെമ്പറേച്ചർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ബോയിൽ ടെമ്പറേച്ചർ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ടു ഐഡിയൽ ബിഹേവിയർ. ഇൻവേർഷൻ ടെമ്പറേച്ചർ ഡെഫിനിഷൻ പറഞ്ഞു തന്നിട്ടില്ല. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ, ദറ്റ് ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ. എബൌട്ട് TC, ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിന് മുകൾക്ക് എത്ര പ്രഷർ കൂട്ടിയാലും ലിക്വിഫൈ ചെയ്യൂല. എബൌട്ട് TC cannot be liquefy. Below TC can be liquefy. ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിൽ എല്ലായിടത്തും ഇവിടെ നിന്നൊന്നും ലിക്വിഫൈ ചെയ്യുന്നില്ല, ഒരു പ്രത്യേക പ്രഷർ എത്തിയപ്പോഴാണ് ലിക്വിഫൈ ചെയ്തത്. ദാറ്റ് പ്രഷർ ഈസ് നോൺ ആസ് ക്രിറ്റിക്കൽ പ്രഷർ. അതിൻ്റെ കറസ്പോണ്ടിങ് വോളിയമാണ് ക്രിറ്റിക്കൽ വോളിയം. ഈ ഗ്രാഫിൽ ഇങ്ങനത്തെ ഒരു ഏരിയ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ആ ഏരിയയുടെ പ്രത്യേകത ഈ സ്ഥലത്തൊക്കെ ഗ്യാസ് ആയിരിക്കും. ഇവിടെയൊക്കെ ഗ്യാസാണ്, ഇവിടെ ഫുള്ള് ഗ്യാസാണ്, ലിക്വിഫൈ ചെയ്യൂല. ഈ സ്ഥലം വേപ്പറാണ്, ഈ സ്ഥലം വേപ്പറും ലിക്വിഡും കൂടിയതാണ്. ഈ ഏരിയ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും, ലിക്വിഡായിരിക്കും. ഇത് ജസ്റ്റ് ഓടിച്ച് പറയാണ്, ഗ്രാഫ് ശരിക്കും വരച്ചരാം. അപ്പോൾ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലിക്വിഫൈ ചെയ്യുന്ന കൂട്ടത്തിലെ വലിയ ടെമ്പറേച്ചർ. It is the highest temperature. It is the highest temperature at which gas starts to liquefy. Above TC cannot be liquefying. Below TC can be liquefy. അപ്പോൾ TC കൂടുതലാണെങ്കിൽ വലിയ ഈ 45 ഡിഗ്രി ആയിരുന്നു ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എങ്കിൽ പിന്നെ ഇത്ര കുറച്ചുണ്ടാകേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് തന്നെ ലിക്വിഫൈ ചെയ്യുമായിരുന്നു. Higher the value of TC, easy to liquefy. Higher the value of TC, easy to liquefy. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ നിങ്ങളെ ബോയിൽ ടെമ്പറേച്ചർ TB = A/RB പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വാല്യൂ കൂടിയാൽ TB കൂടും, അപ്പോൾ ഈസി ടു ലിക്വിഫൈ ആയിരിക്കും. ഹയർ ദ വാല്യൂ ഓഫ് TB, ഈസി ടു ലിക്വിഫൈ. അതേപോലെ തന്നെ ഹയർ ദ വാല്യൂ ഓഫ് TC, ഈസി ടു ലിക്വിഫൈ. ബിക്കോസ് ഇതും വാൻ ഡെർ വാൾ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ TC = 8A/27 RB. കണ്ടോ, A കൂടിയാൽ TC കൂടും, അപ്പോൾ ഈസി ടു ലിക്വിഫൈ. ഹയർ ദ വാല്യൂ ഓഫ് TC, ഈസി ടു ലിക്വിഫൈ. ഹയർ ദ വാല്യൂ ഓഫ് TB, ഈസി ലിക്വിഫൈ. മുമ്പ് പഠിച്ചാണ്. ഹയർ ദ വാല്യൂ ഓഫ് TC കൂടിയാൽ അത്തരം ഗ്യാസുകൾ പരീക്ഷയ്ക്ക് എൻട്രൻസ് ക്വസ്റ്റ്യനിൽ വ്യത്യസ്ത ഗ്യാസിൻ്റെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ വാല്യൂ തന്നു. ആരാണ് ഈസി ടു ലിക്വിഫൈ എന്ന് ചോദിച്ചാൽ TC കൂടിയ ആളായിരിക്കും. ഹയർ ദ വാല്യൂ ഓഫ് TC, ഈസി ടു ലിക്വിഫൈ. TC = 8A/27 RB. 8A/27 RB. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ, ക്രിറ്റിക്കൽ പ്രഷർ, ക്രിറ്റിക്കൽ വോളിയത്തിൻ്റെ ഇക്വേഷൻസ്, ഡെഫിനേഷൻസ് ഞാൻ എഴുതിത്തരാം. ഇതൊക്കെ ഞാൻ എഴുതിത്തരാം. ഇപ്പം നിങ്ങൾ നോട്ടൊന്നും എഴുതേണ്ട, ഹെഡിങ് മാത്രം മതി. ഞാൻ ഈ ഗ്രാഫ് ഒന്ന് വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കുള്ള രൂപത്തിൽ വൃത്തിയിലൊന്ന് വരച്ച്
ആ ടെക്സ്റ്റ് ബുക്കിലെ കോൺസെപ്റ്റ് രൂപത്തിൽ നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു തന്നത് മാത്രം. നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ട ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിലെ ഗ്രാഫാണ്. അഥവാ 50 ഡിഗ്രി സെൽഷ്യസിൽ പ്രഷർ അഗൈൻസ്റ്റ് വോളിയം ഐസോതേമാണ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെതാണ്. 50 ഡിഗ്രി സെൽഷ്യസ് പ്രഷർ കൂട്ടുന്നു, വോളിയം കുറയുന്നു, ലിക്വിഫൈ ചെയ്യുന്നില്ല. 31.1 ഡിഗ്രി സെൽഷ്യസിൽ ചെറുതായിട്ടൊരു ഫ്ലാറ്റ് പോർഷൻ വരുന്നുണ്ട്, ലിക്വിഫൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു ടെമ്പറേച്ചറിൽ ലിക്വിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ആ ടെമ്പറേച്ചറാണ് 30.98, ഇതിൻ്റെ തൊട്ട് താഴെ. അതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ ആസ് TC. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നത് 30.9 ഡിഗ്രി സെൽഷ്യസിനെയാണ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ആക്കി എടുത്തത്. ആ ടെമ്പറേച്ചറിൽ ഒരു ഫ്ലാറ്റ് പോർഷൻ വരുന്നു, സ്റ്റാർട്ട്സ് ലിക്വിഫൈ. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രഷറാണ് PC 73 ബാർ. അതിൻ്റെ കറസ്പോണ്ടിങ് വോളിയാണ് VC 0.095 ലിറ്ററാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെത്. അപ്പോൾ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ലിക്വിഫൈ ചെയ്താണ്ട് ഈ ടെമ്പറേച്ചറിലൊക്കെ ലിക്വിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ലിക്വിഫൈ ചെയ്യുന്ന കൂട്ടത്തിലെ വലിയ ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഗ്യാസ് ഈസ് സ്റ്റാർട്ട്സ് ടു ലിക്വിഫൈ. It is the highest temperature at which a gas is starts liquefy. Above critical temperature cannot be liquefied. Below critical temperature can be liquefied. Higher the value of critical temperature, easy to liquefy. Okay, critical temperature definition ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. critical temperature, the highest temperature at which gas is starts to liquefy. The highest temperature at which gas is starts to liquefy. Above TC cannot be liquefied. ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിന് മുകൾക്ക് എത്ര ടെമ്പറേച്ചർ നമ്മൾ കൊടുത്താലും ലിക്വിഫൈ ചെയ്യാൻ, എത്ര ടെമ്പറേച്ചറിൽ പ്രഷർ കൊടുത്താൽ ലിക്വിഫൈ ചെയ്യൂല. ബിലോ TC ക്യാൻ ബി ലിക്വിഫൈ. ഹയർ ദ വാല്യൂ ഓഫ് TC ഈസി ടു ലിക്വിഫൈ. ഇതൊക്കെ സൂചിപ്പിച്ചതാണ്. ക്രിറ്റിക്കൽ പ്രഷർ, ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു ലിക്വിഫൈ ദ ഗ്യാസ് അറ്റ് TC. ഒരു ക്രിറ്റിക്കൽ ടെമ്പറേച്ചറിൽ ലിക്വിഫൈ ചെയ്യാൻ വേണ്ട ഏറ്റവും ചെറിയ പ്രഷർ. ഇവിടൊക്കെ ചെറിയ പ്രഷർ ഉണ്ട്, പക്ഷേ ഇവിടെ നിന്ന് ലിക്വിഫൈ ചെയ്യുന്നില്ല. ലിക്വിഫൈ ചെയ്യാൻ തുടങ്ങുന്ന ആ ചെറിയ പ്രഷർ, വലിയ പ്രഷർ വന്നാൽ ലിക്വിഫൈ ചെയ്യും. ആ ചെറിയ പ്രഷറാണ് ക്രിറ്റിക്കൽ പ്രഷർ. ക്രിറ്റിക്കൽ വോളിയം VC, ക്രിറ്റിക്കൽ വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് TC ആൻഡ് PC. ദ വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് TC ആൻഡ് PC. ഇവിടെയുള്ള കറസ്പോണ്ടിങ് വോളിയം ഫോർ 1 മോൾ ഓഫ് എ ഗ്യാസ്, അതാണ് ക്രിറ്റിക്കൽ വോളിയം. ഇതാണ് ക്രിറ്റിക്കൽ കോൺസ്റ്റൻറ്റുകൾ. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ, ക്രിറ്റിക്കൽ പ്രഷർ, ക്രിറ്റിക്കൽ വോളിയം, ഇതൊക്കെയാണ് ക്രിറ്റിക്കൽ കോൺസ്റ്റൻറ്റുകൾ. അതൊന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ ബോയിൽ ടെമ്പറേച്ചറും വാൻഡർവാൾ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻ പോലെ ക്രിറ്റിക്കൽ കോൺസ്റ്റൻറ്റുകളും വാൻഡർവാൾ കോൺസ്റ്റൻറ്റും തമ്മിൽ റിലേഷൻ ഉണ്ട്. അത് നമ്മൾ പറയാൻ പോവുകയാണ്. മക്കളെ കുറച്ചൊരു എക്സ്ട്രാ പോയിന്റ് പോലെ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. റിലേഷൻ ബിറ്റ്വീൻ ക്രിറ്റിക്കൽ കോൺസ്റ്റൻറ്റ് ആൻഡ് വാൻഡർവാൾസ് കോൺസ്റ്റൻറ്റ്. വാൻഡർവാൾ കോൺസ്റ്റൻറ്റ് ക്രിറ്റിക്കൽ കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള റിലേഷൻ. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ TC, വാൻഡർവാൾ കോൺസ്റ്റൻറ്റ് Aയും Bയും. TC ഈക്വൽ ടു 8A ഡിവൈഡ് ബൈ 27 RB. 8A ഡിവൈഡ് ബൈ 27 RB. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേറെ റിലേഷനും കൂടി ഉണ്ടാക്കാം. നോട്ട് ഈ A/RB എന്ന് പറഞ്ഞ സാധനം ബോയിൽ ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ TC ഈക്വൽ ടു 8/27 TB. അങ്ങനെ ഇതാണ്. TC ഈക്വൽ ടു 8/27 TB. നമ്മൾ പഠിച്ചതാണ്. TB ഈക്വൽ ടു A/RB. മറക്കണ്ട, TB ഈക്വൽ ടു A/RB. TB ഈക്വൽ ടു A/RB. TB ഈക്വൽ ടു A/RB. അപ്പോൾ TC ഈക്വൽ ടു 8/27 TB. ക്ലിയർ. ക്രിറ്റിക്കൽ പ്രഷർ PC ഈക്വൽ ടു A/27 B². VC ഈക്വൽ ടു 3B. ഇത് കാണാതെ പഠിക്കണം. ഒരു എൻട്രൻസ് ലെവലിൽ നിങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തൊക്കെ നമുക്ക് എന്ത് ഉണ്ടാക്കാം. TC എന്ന് പറഞ്ഞാൽ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. നമുക്ക് വെറുതെ ഓർത്തൊക്കെയാണെങ്കിൽ TC ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഓർക്കാം. ഒരാൾക്ക് എപ്പോഴാണ് നമ്മൾ TC കൊടുക്കുക? 27 പ്രവൃത്തി ദിവസങ്ങളിൽ 8 ആബ്സെൻ്റ് എടുത്താൽ അയാൾക്ക് നാം TC കൊടുക്കും. ഏത് ക്ലാസ്സിൽ? റിവിഷൻ ബാച്ച്. അവസാനം റിവിഷൻ ക്ലാസ് ഉണ്ടാവില്ല, റിവിഷൻ ബാച്ച്. അതിൽ 27 ദിവസത്തിൽ 8 ആബ്സെൻ്റ് എടുത്താൽ റിവിഷൻ ബാച്ചിൽ അയാൾക്ക് നമ്മൾ TC കൊടുക്കും. PC ഈക്വൽ ടു A/27 B². അതോർക്കാൻ ഞാൻ കഥ പറഞ്ഞിട്ടില്ല, കാരണം ഈ കഥ എന്നെ കേട്ടപ്പോൾ എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്, പറയില്ല. VC ഈക്വൽ ടു 3B. അതിന് വേണ്ടി കഥ പറഞ്ഞുതരാം. വലിയ കഥയാണ്, ചെറിയ ഇക്വേഷൻ ആണെങ്കിലും. VC എന്നാൽ വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടാവും. വൈസ് ചാൻസലർക്ക് കുറച്ച് ഗമ കൂടുതലായിരിക്കും. അയാൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ഫോമിലൊന്നും ഒപ്പിട്ട് തരൂല, കുറച്ച് ഗമ കൂടുതലായിരിക്കും. അയാൾക്ക് കുറച്ചെല്ല് കൂടുതലാണ്. അത് എത്ര അല്ല എന്നുള്ളത് ഇക്വേഷൻ കണ്ടപ്പോഴാണ് മനസ്സിലായി. 3 ബോൺ, ഒരു 3 എല്ല് കൂടുതലാണ്. 3 ബോൺ. VC ഈക്വൽ ടു 3B. VC ഈക്വൽ ടു 3B. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ബോയിൽ ടെമ്പറേച്ചർ നമ്മളെ ബന്ധം. TC ഈക്വൽ ടു 8/27 TB. because TB equal to A by RB. TB equal to A by RB.
അപ്പോൾ നമുക്ക് മനസ്സിലായി എൻ്റെ വാല്യൂ കൂടിയാൽ ഈസി ടു ലിക്വിഫൈ ആണ്. അപ്പോൾ ടി സി കൂടിയാൽ ഈസി ടു ലിക്വിഫൈ ആണ്. അതേപോലെ ടി ബി കൂടിയാൽ ടി ബി കൊണ്ട് എ/A ഈസി ലിക്വിഫൈ ആണ്. അപ്പോൾ ഒരു ഗ്യാസ് ഈസി ടു ലിക്വിഫൈ ആവാനുള്ള റീസണുകൾ, ഈസി ടു ലിക്വിഫൈ ആവാനുള്ള ഒരു കാരണം ഹൈ ടി സി, ഹൈ ടി ബി, ഹൈ എ. വാണ്ടർവാൾ കോൺസ്റ്റന്റ് എ കൂടിയാൽ ഈസി ലിക്വിഫൈ ആണ്. ഹൈ A/B, ഹൈ IMF. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരു ഗ്യാസ് ഈസി ടു ലിക്വിഫൈ ആണ്. ടി സി കൂടിയ ഗ്യാസ് ഈസി ലിക്വിഫൈ ആണ്. ടി ബി കൂടിയ ഗ്യാസ് ഈസി ലിക്വിഫൈ ആണ്. വാണ്ടർവാൾ കോൺസ്റ്റന്റ് എ കൂടിയ ഗ്യാസ് ഈസി ലിക്വിഫൈ ആണ്. A/B കൂടിയാൽ ഈസി ലിക്വിഫൈ ആണ്. ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടിയാൽ ഈസി ലിക്വിഫൈ ആണ്. അപ്പോൾ ഈസി ടു ലിക്വിഫൈ, ദ്രവീകരിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ക്രിറ്റിക്കൽ ടെമ്പറേച്ചറും വാണ്ടർവാൾ കോൺസ്റ്റന്റ് നമ്മുടെ റിലേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് വ്യത്യസ്ത ഗ്യാസുകളുടെ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ, ക്രിറ്റിക്കൽ പ്രഷർ, ക്രിറ്റിക്കൽ വോളിയവും അവർ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. മക്കൾ, ഒരു ക്വസ്റ്റ്യൻ കാണാൻ നിൽക്കും ബോർഡിൽ. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് മീഥെയ്ൻ CH4 ആർ 31.1 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -81.9 ഡിഗ്രി സെൽഷ്യസ് റെസ്പെക്റ്റീവ്ലി. വിച്ച് ഓഫ് ദ ഫോളോവിങ്, വിച്ച് ഓഫ് ദീസ് ഹാസ് സ്ട്രോങ്ങസ്റ്റ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്? വളരെ സിമ്പിൾ. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ടി സി ഈക്വൽ ടു 80A ഡിവൈഡ് ബൈ 27 RB. എ ഇസ് ദ മെഷർ ഓഫ് ഇന്റർമോളിക്കുലർ ഫോഴ്സ്. അപ്പോൾ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ കൂടിയാൽ ഇന്റർമോളിക്കുലർ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോളിക്കുലർ ഇൻട്രാക്ഷൻ. Therefore, higher the critical temperature, that gas have high intermolecular force. So the answer, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 31, മീഥൈൻ്റെത് -81. ഏതാ വലിയ സംഖ്യ? നോ ഡൗട്ട്സ്, 31.1 ഈസ് ദ highest critical temperature, the high critical temperature for CO2 than CH4. So intermolecular force is more in CO2 than CH4. So high intermolecular force in carbon dioxide because it has high critical temperature. Clear? Okay, dear student, critical temperature മായിട്ട് NCERT പുസ്തകത്തിൽ ഒരു ക്വസ്റ്റ്യൻ കാണാം. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നു. The question is, gases possess characteristic critical temperature which depends upon the magnitude of intermolecular force between the gas particles. Critical temperature of ammonia and carbon dioxide are 405.5 Kelvin and 304.10 Kelvin respectively. Which of these gas will liquefy first when you start cooling from 500 Kelvin to their critical temperature? Okay, സ്റ്റുഡൻറ്റ് ഒന്ന് ശ്രദ്ധിക്കൂ. 500 കെൽവിന് നാം കൂളിംഗ് നടത്താൻ തുടങ്ങിയാൽ ആരാണ് വേഗം ലിക്വിഫൈ ചെയ്യാൻ? ഉത്തരം വളരെ സിമ്പിളാണ്. ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ കൂടിയ ആളാണ് വേഗം ലിക്വിഫൈ ചെയ്യുക. ആർക്കാണ് ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ കൂടുതൽ? അമോണിയക്കാണ്. അപ്പോൾ അമോണിയയുടെ ടെമ്പറേച്ചർ വേഗം എത്തും, അമോണിയ വേഗം ലിക്വിഫൈ ചെയ്യും. സോ അമോണിയ ലിക്വിഫൈ ഫസ്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ ക്രിറ്റിക്കൽ ടെമ്പറേച്ചർ. ആൻസർ കാണാൻ സ്ക്രീനിൽ. സോ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഡീവിയേഷൻ ഓഫ് റിയൽ ഗ്യാസ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ആൻഡ് ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് സത്യം. വാണ്ടർവാൾ കോൺസ്റ്റൻറ്റുകൾ, ക്രിറ്റിക്കൽ കോൺസ്റ്റൻറ്റുകൾ, അവ തമ്മിലുള്ള റിലേഷൻസുകൾ, ലിക്വിഫാക്ഷൻ, ഈസി ടു ലിക്വിഫൈ, വലിയ പ്രോബ്ലംസുകൾ ഇല്ലായിരുന്നു. ഇക്വേഷൻസുകൾ ഓർത്ത് വെക്കാനായിരുന്നു, കോൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാനായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്നു. ഈ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എത്തിയാൽ മതിയാകും. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പൂർണ്ണമായിട്ട് പഠിക്കുക, വൃത്തിയിൽ നോട്ട് എഴുതുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാനുള്ള ശക്തമായ ശ്രമങ്ങൾ നടത്തുക. ഒരു നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് മുന്നോട്ട് നയിക്കാൻ നമുക്ക് കഴിയണമെന്ന് ഞാൻ നിങ്ങളോട് ഉദ്ഘോഷിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും നല്ല കഴിവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ, സീ യു.